ഇത് കണ്ടോ, ഇന്ന് എനിക്ക് നല്ല ഒരു കടച്ചക്ക, ഇതൊരു ബ്രെഡ് ഫ്രൂട്ട് എന്ന് പറയും ഇതിന്, കടച്ചക്ക, ഇത് കിട്ടിയിട്ടുണ്ട്. ഇതുകൊണ്ട് എന്തൊക്കെ വിഭവങ്ങളാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതുകൊണ്ട് നമുക്ക് തോരൻ വെക്കാം, ചപ്പാത്തിക്കുള്ള കറി ഉണ്ടാക്കാം. ഇന്ന് ഞാൻ കാണിക്കുന്നത് ഇതെങ്ങനെയാണ് തേങ്ങാപ്പാലിനകത്ത് പുഴുങ്ങി കഴിക്കുന്നതെന്നുള്ളതാണ്. വളരെ ഫാസ്റ്റായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ഐറ്റം. ഇത് സീസണിലാണ്, ഇത് കിട്ടുന്ന സമയത്ത് മാത്രമേ ഇത് നമുക്ക് കിട്ടത്തുള്ളൂ. ഇത് കടച്ചക്ക അല്ലെങ്കിൽ ബ്രെഡ് ഫ്രൂട്ട് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഇതെങ്ങനെയാണ് പുഴുങ്ങുന്നതെന്നാണ്, തേങ്ങാപ്പാലിൽ പുഴുങ്ങിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ചില സ്ഥലങ്ങളിൽ ഇതിന് ശീമച്ചക്ക എന്നും പറയും. ഞാൻ അതിന് വേണ്ടിയിട്ട്, അതിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങാപ്പാൽ, കുരുമുളക് പൊടിയും ഉപ്പും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ്, ചെറിയൊരു കറയുണ്ട്, ഇതിൻ്റെ ഈ പുറം തൊലി ചെത്തിക്കളഞ്ഞ് കഷ്ണങ്ങളാക്കിയിട്ട് കൊണ്ടുവരാം നമുക്ക്. അതാണ് ആദ്യം ചെയ്യേണ്ടത്. ഈ പുറം തൊലി ചെത്തിക്കളഞ്ഞ് കഷ്ണങ്ങളാക്കി കൊണ്ടുവരാം. ഇതിന് ഇച്ചിരി കറയൊക്കെ ഉണ്ട് കണ്ടോ, ഇത് കറ ഊറി വരുന്നത് കണ്ടോ, നല്ല വിളഞ്ഞ ചക്ക ആയതുകൊണ്ടാണ്. മറ്റേ ചക്കയുടെ തന്നെ പോലെ കറയുണ്ട്, സാരമില്ല, അതൊക്കെ കഴുകുന്നുണ്ടെങ്കിൽ അങ്ങ് പൊക്കോളും. എന്നിട്ട് ഇങ്ങനെ ഇതിൻ്റെ നടുക്കത്തെ ഇത് എടുത്ത് കളഞ്ഞിട്ട് ഈ കറ ഇച്ചിരി എണ്ണ പുരട്ടിയാൽ മതി, വെളിച്ചെണ്ണ പുരട്ടിയാൽ മതി. മറ്റേ ചക്ക ചെയ്യുന്ന പോലെ തന്നെ പിച്ചാത്തിയിലൊക്കെ കറ പോകും കണ്ടോ. ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക. ഇതിൻ്റെ കറയൊക്കെ പോകത്തക്കവണ്ണം നല്ലവണ്ണം നമുക്കിത് കഴുകാം. രണ്ടോ കഷ്ണങ്ങളൊക്കെ ആക്കി കറ പോകാനായിട്ട് നമുക്ക് കഴുകാം. ഇത് ഞാൻ തൊലി ചെത്തി കഷ്ണങ്ങളാക്കിയ കടച്ചക്ക കട്ട് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് ഇടുന്നു. ഇത് നമ്മൾ ഇനി തേങ്ങാപ്പാലിനകത്താണ് നമ്മളിത് വേകുന്നത്. അതിനുള്ള തേങ്ങാപ്പാലാണ് ഞാൻ എടുത്തു വച്ചിരിക്കുന്നത്, അതൊഴിച്ചു കൊടുക്കുന്നു. ഇതിങ്ങനെ മുങ്ങിക്കിടക്കത്തക്കുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഇതെല്ലാം കഴുകി ആ വെള്ളം കൂടെ ഒഴിച്ച് നിങ്ങൾ നല്ല തേങ്ങാപ്പാൽ പിഴിഞ്ഞ് ഇത് അടുപ്പത്ത് വെക്കുന്നു. സ്റ്റൗ ഓണാക്കി വെച്ച് ഇത് വേകാനായിട്ട് നമുക്ക് അടച്ചു വെക്കാം. ഞാനൊന്ന് തുറന്ന് നോക്കുന്നു, കണ്ടോ ചെറുതായിട്ട് ഇതിനകത്ത് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് വേണം, ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തു. അതിനുശേഷം അതൊന്ന് ഇളക്കി കൊടുക്കുന്നു. ഉപ്പ് എല്ലായിടത്തും ഒക്കെ ഒന്ന് ആവാൻ വേണ്ടിയിട്ട് നമ്മളത് ഇളക്കി കൊടുക്കുന്നു. ഇനി നമ്മൾ ഇതിനകത്തേക്ക്
കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നു. എന്നിട്ട് അതിനകത്ത് കിടന്ന് വെന്ത് ഈ തേങ്ങാപ്പാല് വറ്റി വരണം. നമുക്ക് കുരുമുളക് പൊടി, ചതച്ച കുരുമുളകാണ് ഞാൻ ചേർക്കുന്നത്. ഇത് മാത്രമേ ഇതിന് എരിവായിട്ടുള്ളൂ, അതുകൊണ്ട് അത് വേണ്ടതുപോലെ ചേർത്ത് കൊള്ളണം. കണ്ടോ, നല്ലതായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഈ തേങ്ങാപ്പാലിനകത്ത് കിടന്ന് ഇത് വെന്ത് ഈ തേങ്ങാപ്പാൽ വറ്റി വരണം. അതുകൊണ്ട് ഞാൻ അടച്ചു വെക്കുന്നു. കണ്ടോ, ഞാനൊന്ന് തുറന്ന് നോക്കുന്നുണ്ടോ, ആ തേങ്ങാപ്പാൽ വറ്റി വരുന്നുണ്ട്. കണ്ടോ, ഈ വെള്ളം മുഴുവൻ വറ്റി വരണം. ആ പാത്രത്തിലൊക്കെ പിടിച്ച ഇതും കൂടെ നിങ്ങളൊന്ന് തൂത്തൊക്കെ ഒന്ന് ഇടണം. കണ്ടോ, വെള്ളം വറ്റിയില്ല മുഴുവൻ, ഈ തേങ്ങാപ്പാൽ മുഴുവൻ വറ്റി വരണം. ഇടയ്ക്ക് വെന്തോന്നും കൂടെ നോക്കിക്കോണം. വെന്തില്ലെങ്കിൽ ഇത് സ്ലോ ആയിട്ടിട്ട്, കണ്ടോ ഇത്രയും വെള്ളം കൂടെ ഉണ്ട്, ആ തേങ്ങാപ്പാലിൻ്റെ ഇത് ജ്യൂസ് കിടക്കുന്നുണ്ട്, അത് വറ്റി വരണം. അപ്പോൾ ഇത് ആ സമയം കൊണ്ട് ഇത് വേകുകയും ചെയ്യും നല്ലതായിട്ട്. ചെറു തീയിൽ അടച്ചു വെച്ച് അത് പറ്റിച്ച് വരണം. നമ്മൾ മെഴുക്ക് പുരട്ടിക്ക് എടുക്കുന്നത് പോലെ ഇത് പറ്റിച്ച് വരണം. ഞാനിതൊന്നുകൂടെ ഒന്ന് അടച്ചു വെക്കുക. അത് മുഴുവൻ പറ്റി അതിൽ പിടിക്കുന്നത് വരത്തേക്ക് അടച്ചു വെക്കുന്നു. തീ കുറച്ചാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ, തീ കൂട്ടരുത്, തീ കുറച്ച്. കണ്ടോ, അതിൻ്റെ ഇതെല്ലാം അത് വറ്റി ഇതിലോട്ട് പിടിക്കാറാകുന്നുണ്ടോ. ഉണ്ടോ, ആ തേങ്ങാപ്പാൽ മുഴുവൻ ഇതിൽ കുരുമുളകും കൂടെ ഇതിൽ ചക്കയിലെല്ലാം പിടിച്ചു. ചക്ക നന്നായിട്ട് വെന്തു. കണ്ടോ, എപ്പോഴും തീ ഓഫ് ചെയ്തിട്ടില്ല. ആ വെള്ളമായ ഒരിച്ചിരി കൂടെ ഒന്ന് വലിയാൻ വേണ്ടിയിട്ട് ചെറിയ തീയിലാണ് വെച്ചിരിക്കുന്നത്. ഇപ്പം അത് ഞാനൊന്ന് തീ ഇത് ചെയ്തു. അപ്പം ഞാൻ തീ ഓഫ് ചെയ്യുകയാണ്. ഇനി ആ പാത്രത്തിൽ ചൂട് കൊണ്ട് കണ്ടോ, കണ്ടോ തേങ്ങാപ്പാൽ എല്ലാം അതേ പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാനിനകത്ത് ഇച്ചിരി നെയ്യ് ഒഴിച്ച് ഇതൊന്ന് തിരിച്ച് മറിച്ച് വിട്ട് മൊരിച്ച് എടുക്കും. ഇങ്ങനെയാണ് നമ്മൾ തേങ്ങാപ്പാലിനകത്ത് ഉണ്ടാക്കുന്നത്. തേങ്ങാപ്പാലും കുരുമുളകും ഉപ്പും മാത്രം ഇട്ടുണ്ടാക്കി ഇനി അത് നെയ്ക്കകത്ത് നമുക്ക് മൊരിച്ചെടുക്കാം. ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ട് സ്റ്റൗ ഓണാക്കി നമുക്ക്, ഞാനിത് ഇൻഡക്ഷനല്ല ചെയ്യുന്നത്, നിങ്ങൾക്ക് സ്റ്റൗവിൽ വേണമെങ്കിലും ഇത് ചെയ്യാം. ഞാൻ കുറച്ച് നെയ്യ് ഇതിനകത്ത് ഒഴിക്കുന്നു. ഒത്തിരിയൊന്നും നെയ്യ് വേണ്ട, തേങ്ങാപ്പാലിലായതുകൊണ്ട് ഇത് അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രമുള്ള നെയ്മയം ഒഴിച്ചാൽ മതി. ഇങ്ങനെ ഒന്ന് നെയ്യ് അതിൽ ആ പാത്രത്തിൻ്റെ അടിയിലൊക്കെ ഒന്ന് പുരട്ടി. നമ്മൾ ഈ തേങ്ങാപ്പാലിനകത്ത് വെന്ത ചക്ക അതിനകത്തേക്ക് ഇടുകയാണ്. മുകളിൽ ഇച്ചിരി നെയ്യൊക്കെ ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നു. ഇത് വെന്തതൊക്കെ ആയതുകൊണ്ട് ആ നെയ്മയം ഇതിലൊന്ന് പിടിക്കാൻ വേണ്ടി മാത്രം ഇതിലിട്ടാൽ മതി. ഇനി അത് ഒരു വശം മൊരിയുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് ഒക്കെ ഒന്ന് കൊടുക്കാം.
ഒരു വശം മൊരിയുമ്പോൾ നല്ലതായിട്ട് ഇങ്ങനെ ഇടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ രണ്ട് വശവും നമുക്ക് മൊരിച്ചെടുക്കാം. പാത്രത്തിൻ്റെ അടിയിൽ ഇങ്ങനെയുള്ള ഇത് മുഴുവൻ നമ്മൾ ഇങ്ങനെ വടിച്ച് ഇതിലേക്ക് പുരട്ടി കൊടുക്കണം. എല്ലാം ഇട്ട് കഴിഞ്ഞ് കണ്ടോ ഇങ്ങനെയാണ് പിടിച്ചിരിക്കുന്നത്. നമ്മളൊന്നും കളയാതെ അതിങ്ങനെ വിരൽ കൊണ്ട് വടിച്ച് ഇതിലൊക്കെ തൂത്ത് കൊടുക്കുക. ഇതെല്ലാം രണ്ട് വശവും മൊരിച്ച് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. ഇങ്ങനെയാണ് കടച്ചക്ക തേങ്ങാപ്പാലിൽ പുഴുങ്ങി നെയ്ക്കകത്ത് മൊരിച്ചെടുക്കുന്നത്. ഇത് തിന്നാൻ വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കി ട്രൈ ചെയ്ത് എല്ലാവരും ഇത് കഴിക്കണം. ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്.